നമസ്കാരം. പാർക്കിൻസൺ രോഗത്തിന്റെ ചലന സംബന്ധമായ ലക്ഷണങ്ങൾ നമ്മൾ ഡോപ്പമിൻ കെമിക്കലോ അല്ലെങ്കിൽ അതുപോലെ ആക്ട് ചെയ്യുന്ന മറ്റ് മരുന്നുകളോ ഉപയോഗിച്ച് ചികിത്സിക്കുന്നു. എന്നാൽ പാർക്കിൻസൺ രോഗം കുറച്ച് പഴകുന്ന സമയത്ത് ഈ രോഗികൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ മാത്രം ഗുണം ലഭിക്കുകയും മരുന്നിന്റെ ഗുണം പോകുമ്പോഴേക്ക് ഫുൾ സ്റ്റിഫായി വിറയലോടുകൂടി വരുന്ന അവസ്ഥ വരികയും ചെയ്യും. ഇതിനെ നമ്മൾ മോട്ടോ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നു. ഇതുപോലെ തന്നെയാണ് ഡിസ്കൈനേസിയാസ് അഥവാ മരുന്ന് കഴിയുന്ന സമയത്ത് ഡാൻസ് പോലുള്ള ചലനങ്ങൾ ശരീരത്തിൽ കാണുക. ഈ മോട്ടോ ഫ്ലക്ച്വേഷൻസും ഡിസ്കൈനേസിയയും പാർക്കിൻസൺ രോഗം പഴകുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഇതുകൂടാതെ ചില പാർക്കിൻസൺ രോഗികൾ കൈകളിൽ ഉണ്ടാകുന്ന വിറയൽ ഈ മരുന്നിനോട് നന്നായി പ്രതികരിക്കാറില്ല. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ രോഗം ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നതുകൊണ്ട് തലച്ചോറിൽ കറണ്ട് കൊടുക്കുകയും ആ കറണ്ട് വഴി രോഗത്തിന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷനെ പറ്റി അടുത്തൊരു ഭാഗത്തിൽ നമുക്ക് സംസാരിക്കാം.